നമ്മളുടെ ക്ലാസ് 7 സ്റ്റുഡൻസിന് 5 മാർക്ക് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവൻ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഇങ്ങനെ ഒരു മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് തന്നിട്ട് നിങ്ങളോട് പറയും ചതുരം വരച്ച് ഗുണനഫലം കണക്കാക്കുക, അല്ലെങ്കിൽ ഡ്രോ റെക്ടാംഗിൾ ആൻഡ് ഫൈൻഡ് ദിസ് പ്രൊഡക്റ്റ് എന്ന് പറയും. ഇതെങ്ങനെയാ ചെയ്യലെന്ന് ഇപ്പോഴും ചില കുട്ടികൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ ഇതെങ്ങനെയാണുള്ളത്, എങ്ങനെയാ ചെയ്യുന്നതെന്നാണ് മിസ് പറഞ്ഞുതരാൻ പോകുന്നത്. അത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചതുരം, ഒരു റെക്ടാംഗിൾ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നാമത്തെ ആൾ എടുക്കുക. ഒന്നാമത്തെ ആൾ ആരാണ്? 1/4 ആണ് അല്ലെ. നിങ്ങളുടെ ഒന്നാമത്തെ ആൾ എന്ന് പറയുന്നത് 1/4 ആണ്. ഈ 1/4 എനിക്ക് എന്ത് ചെയ്യണം? ഈ ചതുരത്തിൽ കാണിക്കണം. 1/4 എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? 4ൽ 1, അതായത് 4 ഭാഗങ്ങളാക്കിയതിൽ 1. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഈ ഒരു ചതുരത്തിനെ 4 ഭാഗങ്ങളാക്കി. മക്കൾ എന്ത് ചെയ്യണം? ഈ ചതുരത്തിനെ 4 ഭാഗങ്ങളാക്കാം. മിസ് എന്ത് ചെയ്തു? 4 ഭാഗങ്ങളാക്കി. ഈ 4 ഭാഗത്തിൽ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? 1/4 എന്ന് പറയുന്നത്. 4 ഭാഗത്തിൽ ഒരു ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? 1/4 എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 4 ഭാഗത്തിൽ ഒരു ഭാഗം ക്ലിക്ക് ചെയ്തു. ഇതാ നോക്ക്, ഇതാണ് 1/4. ഇനി അടുത്ത നോക്ക് അടയാളപ്പെടുത്തേണ്ടത് 1/8 ആണ്. 1/8 എവിടെ അടയാളപ്പെടുത്തേണ്ട അറിയോ? ഈ ഒരു കളർ ചെയ്ത ഭാഗത്തില്ലേ, അവിടെയാണ് മക്കൾ 1/8 അടയാളപ്പെടുത്തേണ്ടത്. 1/8 എന്താണെന്നറിയോ? 8 പാർട്ട് ആക്കിയതിൽ ഒന്നാണ്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ 8 പീസസ് ആക്കുന്നു. അതായത് ഈ ഒരു നമ്മൾ വരച്ച ഈ ചതുരത്തിനെ 8 പീസസ് ആക്കുന്നേ. 1 2 3 4 5 6 7 8 പീസസ് ആക്കുന്നു. ഈ 8 പീസസിൽ ഒരു പീസാണ് ആര്? നമ്മളുടെ 8 പീസസിൽ ഒരു പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതെന്താപ്പോ 8 പീസസിൽ ഒരു പീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1/8 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗമായിരിക്കും എന്ത്? 1/4 × 1/8. സിമ്പിൾ. ഇനി ഞാൻ നോക്ക്, വേറൊന്ന് വേണമെങ്കിൽ തരാം. അതായത് നിങ്ങളോട് ചോദിക്കുകയാണ്, ഇപ്പോ 2/5 × 1/3. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? റെക്ടാംഗിളിൽ കാണിക്കണം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? ഇതുപോലെ തന്നെ റെക്ടാംഗിൾ വരയ്ക്കും. ഇനി റെക്ടാംഗിൾ വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ റെക്ടാംഗിളിനെ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 പാർട്ട് ആക്കിയതിൽ 1. അതായത് 5 പാർട്ട് ആക്കിയതിൽ 2 എണ്ണം അല്ലെ. 2/5 എന്ന് പറഞ്ഞാൽ 5ൽ 2. അപ്പൊ 1 2 3 4 5 പാർട്ട് ആക്കിയാൽ എത്ര എണ്ണം? 2 എണ്ണം. അപ്പൊ 1 2 2 ഇനി അടുത്തത് എന്താണ്? അടുത്ത 1/3. 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 പാർട്ട് ആക്കിയതിൽ 1. അതായത് 3 പാർട്ടാക്കാണ് ഞാൻ. 1 2 3 പാർട്ടാക്കി. 3 പാർട്ടാക്കി. നമ്മൾ ആ കളർ ചെയ്ത ഭാഗത്തിനെ 3 പാർട്ടാക്കിയതിൽ 1. അതായത് ഈ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഭാഗത്തിനെയാണ് നമ്മൾ പറയുന്ന പേര് 2/5 × 1/3. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. സിമ്പിൾ അല്ലേ കാര്യം? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും മക്കൾ പഠിച്ചു വെക്കുക. ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഒരിക്കലും നിങ്ങൾ മറക്കരുത്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ വേറൊരു രീതിയിലും കൂടെ ചോദിക്കും. അതായത് ആദ്യം നിങ്ങൾക്ക് റെക്ടാംഗിൾ തന്നിട്ടുണ്ടാവും. അതായത് ഇതാ നോക്കി, ഇങ്ങനെ റെക്ടാംഗിൾ വരും. ഈ ഒരു റെക്ടാംഗിൾ ഓക്കെ. എന്നിട്ട് ഇതാ നോക്ക്, ഞാൻ ഈ ഭാഗം കളർ കൊടുക്കുന്നു. ഇതിന്റെ ഈ ഒരു ഭാഗം കളർ കൊടുക്കുന്നു. ഇത് എത്രയാന്ന് നിങ്ങളോട് പറയും. ഇതൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ. ഇതെന്താ ചെയ്യേണ്ട അറിയോ? ആദ്യം ഈ ഒരു കളർ ചെയ്ത ഭാഗം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാം. അതായത് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് ഇതാ നോക്കി, 1 2 3 4. അതായത് എന്താ ചെയ്യേണ്ടത്? ഈ കളർ ചെയ്ത ഭാഗം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഇതിനെന്ത് ചെയ്യുക? ഏതെങ്കിലും പാർട്ടാക്കിയിട്ട് ഒരുപോലെയുള്ള ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇതെന്താണ്? ഈ കളർ ചെയ്ത ഭാഗം ഉള്ളത് എവിടെയാണ്? ഈ 4 പാർട്ടാക്കിയതിൽ ഒരു പാർട്ടിലാണ് ഈ കളർ ചെയ്ത ഭാഗം ഉള്ളത്. അപ്പൊ ഇവനെയാണ് എന്ത് പറയുന്നത്? ഈ മൊത്തം ഭാഗത്തിനെ നമുക്ക് ഇതിൽ ഈ മൊത്തം ഭാഗത്തിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ 4 പാർട്ടാക്കിയതിൽ 1/4 എന്ന് പറയാം. ഓക്കെ, ഈ 1/4 എത്ര ഭാഗമാണ് ഇവൻ എന്ന് പറയുന്നത്? ഇവന് ഈ 1/4 നമ്മൾ പിന്നെ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ 3 പാർട്ടാക്കിയതിൽ 1 ഇവന്. അപ്പോൾ 1/4 × 1/3 ആണ് ഇവൻ എന്ന് പറയുന്നത്.
സിമ്പിൾ അല്ലേ? ഇതുപോലെയാണ് കേട്ടോ നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും 7ാം ക്ലാസ്സിൽ മക്കൾ പഠിക്കുന്ന സമയത്ത് 7ാം ക്ലാസ്സിലെ മാത്സ് നോക്കുന്ന സമയത്ത് ഒരിക്കലും എല്ലാം കൂടി പഠിച്ചു വെക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്ക് എന്താണോ എക്സാമിന് വരുന്നത്, അതാണ് മക്കൾ പഠിക്കേണ്ടത്. സോ ആ ഒരു കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ എക്സാമിന് വരാൻ പോകുന്നതെന്നുള്ള പ്രെഡിക്ഷൻ വീഡിയോസും വൺ ഷോട്ടും ഒക്കെ കണ്ട് കറക്റ്റ് ഷെഡ്യൂൾഡ് ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നമ്മളുടെ ഓണം സ്പെഷ്യൽ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണം സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. അതായത് നിങ്ങളുടെ ഓൺ എക്സാമും ഇനി വരുന്ന ക്രിസ്മസ് എക്സാമും ഇനി വരുന്ന ഫൈനൽ എക്സാമും ഒക്കെ ഉഷാറാക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. സോ ഈ ഒരു ബാച്ചിൽ ഇപ്പോൾ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്തായാലും രജിസ്റ്റർ ചെയ്യാം കേട്ടോ. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.